ഇദ്ദേഹത്തിന് ഇന്ത്യൻ എക്കോണമിയെ പറ്റിയും ഗ്ലോബൽ എക്കോണമിയെ പറ്റി പുല്ലും അറിയത്തില്ല, ചുമ്മാ പറയുന്നത്. ഇദ്ദേഹം യുണൈറ്റഡ് നേഷനിൽ പല സംഭവങ്ങളൊക്കെ നടത്തി. അതിനകത്ത് മലയാളി എന്ന രീതിയിൽ ഇദ്ദേഹം പ്രഗത്ഭനായിരുന്നു, സംശയമില്ലാത്ത കാര്യം. നല്ല റൈറ്ററാണ്, നല്ല കോളം എഴുതുന്നു, നല്ല സ്പീക്കറാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പോൾ കാര്യമായിട്ട് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. കാരണം ഇപ്പോഴാണ് ഇയാൾക്ക് പിടികിട്ടിയത് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടി ഇയാളെ അടുപ്പിക്കത്തില്ല. എവിടെ സ്റ്റേറ്റിലും അടുപ്പിക്കത്തില്ല, സെൻട്രലിലും അടുപ്പിക്കത്തില്ല. പാർലമെൻറ്റിൽ പോലും നല്ല ഡിസ്കഷന് പോലും ശശി തരൂരിന് കൊടുക്കുന്നില്ല. യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ഞാൻ ഇലക്ഷന് മുമ്പേ പറഞ്ഞിരുന്നു. നിങ്ങൾ ആ പഴയ വീഡിയോ എടുത്ത് നോക്കുക. ഒരു കാരണവശാലും ശശി തരൂർ എന്ന് പറഞ്ഞയാളെ മുമ്പോട്ട് വരാൻ കോൺഗ്രസ് പാർട്ടി അനുവദിക്കില്ല. അത് കോൺഗ്രസ് പാർട്ടിയുടെ നയമല്ല, ആ ഫാമിലിയാണ് ഭരിക്കുന്നത്. അവരെങ്ങനെ ശശി തരൂരിനെ മുന്നോട്ട് കൊണ്ടുവന്നത്? രാഹുൽ ഗാന്ധി എവിടെ പോയിരിക്കും? പ്രിയങ്ക എവിടെ പോയിരിക്കും? സിമ്പിൾ ചോദ്യമാണ്. ഇത് ശശി തരൂരിന് ഇപ്പോഴാണ് മനസ്സിലായെങ്കിൽ ഇദ്ദേഹത്തെ ഞാൻ പൊട്ടനാണ് വിളിക്കുന്നത്. ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ AICC പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്നു, നല്ല സംഭവം. പക്ഷേ അന്ന് ശശി പറഞ്ഞതാണ്, അതായത് കോൺഗ്രസ് പാർട്ടിക്ക് അത് ജനാധിപത്യം കൊണ്ടുവരണം, നല്ല ഐഡിയ. പിന്നെ ഇയാൾ മിണ്ടിയില്ല. എന്താ മിണ്ടാത്ത? പേടിയ.